ചെല്ലാനത്ത് രണ്ടാം ഘട്ട ടെട്രോപോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഹമ്മദ് ഷിയാസ് MLA. ചെല്ലാനത്ത് രണ്ടാം ഘട്ട ടെട്രോപോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഹമ്മദ് ഷിയാസ് MLA. ഫോർട്ട് കൊച്ചി, തെക്കേ ചെല്ലാനം ഉൾപ്പെടുന്ന മൂന്നാം ഘട്ട പദ്ധതിയും ഇതോടൊപ്പം തന്നെ തയ്യാറാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണം നഷ്ടപ്പെട്ട് 2 മാസം ആയപ്പോഴേക്കും രാഷ്ട്രീയ നാടക സമരവുമായി എത്തിയ CPM പൊതുജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായി മാറിയിരിക്കുകയാണെന്നും MLA കൂട്ടിച്ചേർത്തു. ഇത്തരം രാഷ്ട്രീയ നാടകവുമായി ഇനിയെത്തിയാൽ അതിന് തക്കതായ മറുപടി തരുമെന്ന് ഷിയാസ് പറഞ്ഞു. കണ്ണമാലിയിൽ ടെട്രോപോഡ് വിഷയത്തിൽ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്കായി കിഫ്ബി ബോർഡ് നിലവിൽ 404 കോടി രൂപയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും ഷിയാസ് വ്യക്തമാക്കി. പ്രതിസന്ധി ഏർപ്പെടുത്തിയിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞത്. ആ പണം കൂടി നമ്മൾ അധികമായി കണ്ടെത്തണം. സാധാരണ ഒരു സർക്കാർ വന്നാൽ എന്താ ചെയ്യുക? ആദ്യത്തെ വർഷമല്ലേ നമ്മൾ എല്ലാത്തിനും നികുതികൾ വർദ്ധിപ്പിക്കും, അല്ലേ? ഒരു കുഴപ്പമില്ല, കാരണം ഇനി 4 കൊല്ലം ഉണ്ടല്ല. ഇപ്പൊ ജനങ്ങളൊക്കെ മറന്നോളും. സാധാരണ അങ്ങനെയുള്ള ചെയ്യാതെ തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ നരേന്ദ്രമോദി പെട്രോളിനും ഡീസലിനും വില കൂട്ടാത്തത്, അല്ലെ? നികുതി വർദ്ധിപ്പിക്കാത്തത്. അത് തെരഞ്ഞെടുപ്പ് വരെയാണ്. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം ഉള്ളിൽ പെട്രോളിനും ഡീസലിനും ഒന്നും വില വർദ്ധിപ്പിക്കില്ല, അല്ലെ? അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ നേരെ കുത്തനെ അങ്ങോട്ട് കൂട്ടും. അതുവരെ ഉണ്ടായതിന്റെ ഇരട്ടിയായിട്ട് അങ്ങനെ വർദ്ധിപ്പിക്കും. എന്നിട്ട് ഇടയ്ക്ക് അതിൽ നിന്ന് കുറച്ച് കുറയ്ക്കും. അപ്പൊ ജനങ്ങൾ പറയും, ഓ, ഒരാശ്വാസമാണ്, 100 രൂപ കൂട്ടിയിട്ട് 30 രൂപ കുറച്ചല്ല എന്ന് പറയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു ഡിപ്പാർട്ട്മെന്റിലും ഒരു പൈസ പോലും നികുതി വർദ്ധിപ്പിച്ചില്ല. 88,000 കോടി രൂപ കേരളത്തിലെ കരാറുകാർക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ, അതായത് ആരോഗ്യ വകുപ്പിൽ, സിവിൽ സപ്ലൈസിൽ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ കൊടുക്കാനുണ്ട്. 88,000 കോടി രൂപ, 1-2 അല്ല, 88,000 കോടി രൂപയാണ്. ഇപ്പൊ പലരും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. 6 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല, 4 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല, 5 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല, 17 മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകളാണ്. എത്ര പേരുണ്ട് ഇവിടെ? കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കേരളത്തിലെ എല്ലാ ബോർഡുകളിലും ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകളാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാനം 2, 3, 4 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 16,000 കോടി രൂപയാണ് പിണറായി വിജയന്റെ സർക്കാർ കടമെടുത്തത്. അതുകൂടി ഈ സർക്കാരിന്റെ തന്നിലേക്ക് വെച്ചിട്ടാണ് പോയത്. 16,000 കോടി രൂപ. നമ്മൾ വിചാരിച്ച് TV ചാനലിലും എല്ലാത്തിലും ഇങ്ങനെ പൈസ എണ്ണി കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ? കുറെ അമ്മമാർക്കൊപ്പമാണ്. പക്ഷെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, നല്ലൊരു സോഷ്യലിസ്റ്റ് ആണ് CP ജോൺ. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ കൊള്ള സംഘമാണ് കേരളം മുഴുവൻ ഭരിച്ചത്. കാരണം KSRTCയിലെ മുഴുവൻ അടിയാധാരം ഉൾപ്പെടെ കൊണ്ടുപോയി ബാങ്കിൽ വെച്ചേക്കാണ്. ബാങ്കിൽ വെച്ചിരിക്കുകയാണ്. 10ഉം 25ഉം വർഷക്കാലം ഉണ്ടായിരുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. എല്ലാ ദിവസവും കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു ഗതാഗത വകുപ്പിനെതിരായി, KSRTCക്കെതിരായി നിരന്തരമായി ആളുകൾക്ക് കൊടുക്കേണ്ട, ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൊടുക്കാതെ തോന്നിയതുപോലെ, തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തോന്നിയതുപോലെ ഭരിച്ച തോന്നിവാസികളുടെ ഭരണമാണ് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾക്ക് കാണാൻ സാധിച്ചത്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് എന്നെ അങ്ങോട്ട് വരച്ച വരയിൽ അങ്ങനെ നിർത്തുന്നു. ഏത് എന്നെ? ഞാനിവിടെ പറയുന്നില്ല, പറഞ്ഞവനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും നട്ടലുള്ള ഒരുത്തരും എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. അങ്ങനെ എറണാകുളത്തെ കോൺഗ്രസുകാരെ, കൊച്ചിയിലെ ജനപ്രതിനിധിയെ, ഞങ്ങൾ എല്ലാവരെയും കൂടിയും അങ്ങനെ മൂക്കുകൊണ്ട് രക്ഷാണ്ടാങ്ങ വരച്ച് ഈ വരച്ച വരകളാണ് നിർത്തും എന്നൊക്കെ, അതൊക്കെ ഒരു മണൽപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം മാത്രമുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താ നിങ്ങൾക്ക് ഒന്നും ജയിക്കാതിരുന്നത്? എന്താ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്നത്? അല്ലേ? 87 പഞ്ചായത്തിൽ 73 പഞ്ചായത്തിന്റെയും ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, കോൺഗ്രസിനാണ്.
എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ. 82 പഞ്ചായത്തിൽ 73 പഞ്ചായത്ത്, 4 പഞ്ചായത്ത് 2020-യുടെ. അപ്പൊ പിന്നെ ബാക്കി ഉമ്മാർക്ക് എത്രയുണ്ട്? 82-ൽ എത്രയുണ്ട്? ഇത്രേ ഉള്ളൂ. പോയി പണി നോക്കിയാൽ മതി. പോയി പണി നോക്ക് അല്ലേ. 13 മുനിസിപ്പാലിറ്റി, 11 മുനിസിപ്പാലിറ്റി ഭരണം UDF-നാണ്. ആകെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, ഒരു കൗൺസിലറുടെ ഭൂരിപക്ഷത്തിൽ AUD, ഒരെണ്ണത്തിന്റെ ഭൂരിപക്ഷത്തിൽ. അത് നമ്മുടെ എല്ലാ ബിരുദന്മാരെ കാണിച്ചുകൂട്ടിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരെ നോക്കിയിരിക്കുകയാണ്. ഒരെണ്ണം തൃപ്പൂണിത്തുറ, അത് BJP-യെ സഹായിച്ച് അത് BJP ഒറ്റക്കക്ഷിയായി, ഭൂരിപക്ഷമൊന്നുമില്ല, ഒറ്റക്കക്ഷിയായി കൊണ്ടുപോയി. തൃപ്പൂണിത്തുറ CPM-ന്റെ കോട്ടയാണ്. അവർ അവകാശപ്പെടുന്നതല്ല. സ്വരാജൊക്കെ, രാജീവും എല്ലാവരും അവകാശപ്പെടുന്നതല്ലേ. ഇവിടെ ഒന്ന് പ്രസംഗിച്ച ആളുകളൊക്കെ അവരാരും ഇതിനെക്കുറിച്ച് ഈ കണ്ണമാലിയ സഹാക്കന്മാരോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടെന്ന്, കോട്ടകൾ നഷ്ടപ്പെട്ടെങ്ങനെയെന്ന് പറഞ്ഞില്ലല്ലോ. 14 ബ്ലോക്ക് പഞ്ചായത്ത്, 12 ബ്ലോക്ക് പഞ്ചായത്തും നമുക്കാണ്. 12 ബ്ലോക്ക് പഞ്ചായത്ത്, ഒരെണ്ണം 2020-ക്കാണ്, ഒരെണ്ണം LDF-നാണ്. ഒരു സ്ഥലത്ത് നമുക്ക് വൈസ് പ്രസിഡന്റ് ടോസിൽ കിട്ടി, ഒരെണ്ണം ടോസിൽ 2020-ക്ക് കിട്ടി പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്ത് 28 എണ്ണത്തിൽ 25 എണ്ണം വെറുതെ അല്ല ജയിച്ചത്. 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അല്ലേ. നാട്ടിലേക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ല, വലിയ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ ജയിച്ചത്. ഈ പ്രസംഗിച്ച ആളാണ് രാജീവ് അല്ലേ. ഈ പ്രസംഗിച്ച രാജീവാണ് അതൊക്കെ ഇല്ലാതാക്കിയത്. നിങ്ങൾക്ക് അറിയാത്ത കഥ അല്ലേ. നിങ്ങൾക്കറിയാ കഥ. എന്താ കഥ? 2023 അല്ലേ. ഇവിടെ അതിന്റെ സംരക്ഷണ, ഈ ടെട്രാപ്പാഡും ഈ കടൽഭിത്തിയുടെ സംരക്ഷണ സമിതി, തീരസംരക്ഷണ സമിതി ഉണ്ടല്ലോ. അവർക്ക് വളരെ കൃത്യമായി എത്ര ദിവസമായി അവർ സമരം നടത്തുന്നത്, പാവങ്ങൾ അല്ലേ. എത്ര ദിവസം സമരം നടത്തി അവർക്കറിയാല. അവരല്ലേ കോടതിയിൽ പോയത്. എന്താ സംഭവം? 2023 നവംബർ 1-ന് 2ാം ഘട്ടം തുടങ്ങും. 1ാം ഘട്ടം എങ്ങനെ തുടങ്ങിയത്? ഈ പ്രദേശത്ത് ചെല്ലാനത്ത് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ രൂക്ഷമായ കടലാക്രമണം അല്ലേ. രൂക്ഷമായ കടലാക്രമണം. എല്ലാ കാലഘട്ടത്തിലും കടൽ കയറാറുണ്ട്. അത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അത് വളരെ കൃത്യമായി അറിയാം. അവരത് കൃത്യമായി അത് ഓരോ കാലഘട്ടങ്ങളിലും പരിപാലിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷേ രൂക്ഷമായ കടലാക്രമണം, വീടുകൾ നഷ്ടപ്പെടുന്നു. ഒരു കാലഘട്ടത്തിലും കേറാത്ത രീതിയിൽ കടൽ കയറി അല്ലേ. ആയിരക്കണക്കിന് ആളുകൾ അത് ബാധിച്ചു. അത് ബാധിച്ചപ്പോൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി. ഓക്കിക്ക് ശേഷമുണ്ടായ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി കടൽ തീരം സംരക്ഷിക്കണം എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടായി. വലിയ സമരമുണ്ടായി. ചെല്ലാനത്ത് ഉൾപ്പെടെ നമ്മുടെ തീരദേശ മേഖലയായ വൈപ്പിൽ ഉൾപ്പെടെ എല്ലായിടത്തും ദിവസങ്ങളോളം നീണ്ടു നിന്ന് സമരങ്ങളുണ്ടായി. ഇവിടുത്തെ വൈദിക സ്ട്രക്ചർ, മറ്റേ സമുദായ നേതാക്കന്മാർ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ മുഴുവൻ ആളുകൾ ആ സമരത്തിനോടൊപ്പം ചേർന്നു. കടൽ തീരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ടെട്രാപ്പാഡും സംവിധാനങ്ങളും ആലോചിച്ച് അതിനുവേണ്ടി പണം കണ്ടെത്തി നിയമസഭയ്ക്കകത്തും പുറത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഈ തീരം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യഘട്ടം തുടങ്ങിയത്. ആർബറിൽ നിന്ന് ആരംഭിച്ച് പുത്തൻതോട് വരെ ആയിരുന്നില്ല. 12 കിലോമീറ്റർ ആദ്യത്തെ അല്ലേ. 12 കിലോമീറ്റർ ദൂരമാണ് ആദ്യം നമ്മൾ തീരുമാനിച്ചത്. ആ 12 കിലോമീറ്റർ ദൂരമൊക്കെ പോയി പണിത് വന്നപ്പോ എത്രയായി? 7.2. ആരാ പണിത്? ഊരാളുകൾ. ആരുടെ ഊരാളുകൾ? പിണറായിയുടെ CPM നേതാക്കന്മാരുടെ അവരുടെ കള്ളപ്പണമാണ് ആ കമ്പനിയിലുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരാറടക്കുന്ന സ്ഥാപനമല്ല. ഊരാളുകൾ കോടിക്കണക്കിന് രൂപയുടെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. സൊസൈറ്റി ആയതുകൊണ്ട് ടെൻഡറില്ലാതെ ഈ സൊസൈറ്റിക്ക് കൊടുക്കാം, ഈ തൊഴിലാളി സംഘത്തിന്റെ ഈ സൊസൈറ്റിക്ക് കൊടുക്കാം എന്ന നിയമം ഉണ്ടാക്കി അവർക്കാണ് കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കരാർ. ആരും ചോദിക്കാനും പറയാനില്ല. 10 വർഷക്കാലം കൊണ്ട് അംബാനി തടിച്ചു വീഴ്ത്തതുപോലെ കേരളത്തിൽ തടിച്ചു വീഴ്ത്തത്
ആരാ? ഊരാളുകൾ. CPM ആണ് കടിച്ചു വീഴ്ത്തത്, ഊരാളുകളല്ല. CPM നേതാക്കന്മാരാണ് കോടാനുകോടി രൂപയുടെ അധിപന്മാരായി മാറിയത്. ആരുടെ പണം? എന്റെയും നിങ്ങളുടെയും പണം. ഏത് ഖജനാവിൽ നിന്ന്? കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് ഈ പണം മുഴുവൻ കൊടുത്തത്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് മൈക്ക് കെട്ടി നിന്ന് പ്രസംഗിക്കുകയാണ്. ഈ പദ്ധതി ഇല്ലാതാക്കിയത് കോൺഗ്രസ് ആണെന്ന്. ഇവന്മാർക്ക് വല്ല ബോധവും വെളിവുണ്ട് ഇവന്മാർക്ക്? ഈ രാജീവിനെ പോലെയുള്ള ആളുകൾ ഇവന്മാരാണ് എറണാകുളത്തെ പാർട്ടി നയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒറ്റ കലം പോലെയാകും എറണാകുളത്തെ CPM എന്ന് പറയുന്നത്. ഒറ്റ കലം പോലെയാകും, ഒരു സംശയവും വേണ്ട. ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മാർട്ടിൻ, കോൺഗ്രസ് നേതാക്കളായ MP ശിവദത്തൻ, NR ശ്രീകുമാർ, ദിലീപ് കുഞ്ഞുകുട്ടി, ജോഷി ആന്റണി, അവറാച്ചൻ നെട്ടുങ്കൽ, നെൽസൺ കൊച്ചേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK സലീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെല്ലാനം. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ് നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.